ഹലോ ഫ്രണ്ട്സ്, ഇന്ന് 2026 ജനുവരി 3 ശനിയാഴ്ച. അങ്ങനെ ഇന്ന് മുതൽ വിൻ്റർ വെക്കേഷനൊക്കെ അവസാനിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. ബാക്ക് ടു സ്കൂളാണ്. ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാക്ക് ടു നോർമലാണ്. ഇനി എല്ലാം പഴയതുപോലെ. തണുപ്പൊക്കെയാണ്, മടിയൊക്കെയുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ എണീക്കണം, സ്കൂളിൽ പോയേ പറ്റൂ. എത്ര തന്നെ തണുപ്പുണ്ടെങ്കിലും എത്ര തന്നെ മടിയുണ്ടെങ്കിലും രാവിലെ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കൊച്ചു കുട്ടികളും അവരുടെ കളികളും ചിരികളും ഒക്കെ കാണുമ്പോഴേക്കും അതൊക്കെ മറക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും നോർമൽ ലൈഫിലേക്ക് വരും. സത്യത്തിൽ ഇതൊക്കെ ഇല്ലെങ്കിൽ ലൈഫ് എന്താകുമായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഇതൊക്കെ ഒരു സന്തോഷമായിട്ട് തന്നെ കാണുന്നു. അള്ളാഹുവിനോട് ഒരുപാട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ് ഫോർ എവറിത്തിങ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് വിൻ്റർ വെക്കേഷന് മുന്നേ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കണം, ഡിസ്പ്ലേ ചെയ്യാനുള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ടാകും. പിന്നെ മീറ്റിംഗ് ഉണ്ടാകും, അതൊക്കെ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അതിനെല്ലാം വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ കിടക്കുന്ന കാറ് കണ്ട് ഇതിൻ്റെ കളറ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുന്നേ ആണെങ്കിൽ എനിക്ക് ഇത്തരം കളറുകൾ കാറിന് വരുന്നതൊന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് സ്കൂൾ ബസ്സിലല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വരും. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താറില്ലേ? വെള്ളം എടുത്തോ, ഫുഡിൻ്റെ ബോക്സ് എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ ഞങ്ങളുടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും ഓർക്കേണ്ട ചില കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മാം ഞങ്ങൾക്കൊരു മെസ്സേജ് ഇടാറുണ്ട്. ആ മെസ്സേജിൽ ഒരു പോയിൻ്റാണ് ആദ്യത്തെ ദിവസം വെള്ളവും സ്നാക്സും ഒക്കെ ആവശ്യത്തിന് കൊണ്ടുവരണം എന്നുള്ളത്. ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായിട്ട് പോലും ഇന്ന് എൻ്റെ ഫുഡും വെള്ളവും ഒക്കെ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. എല്ലാം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്തോ പിന്നീട് എടുക്കാമെന്ന് കരുതിയെങ്കിലും പിന്നെ എടുക്കാനായിട്ട് മറന്നുപോയി. തിരിച്ചു വരുമ്പോൾ നല്ല വിശന്നിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ സൂപ്പർവൈസർ മാമും ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പാരൻസിനെ പോലെ കെയർ ചെയ്യാറുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ.